അനിൽജി നമസ്കാരം. നമസ്തേ. അനിൽജി മുൻകൈ എടുത്ത് പുറത്തു കൊണ്ടുവന്ന മൊണാലിസ കേസിൽ വലിയ നാടകീയമായ മാറ്റങ്ങളാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അതെ അതെ അതെ. എന്താണ് ഏറ്റവും പുതിയ സംഭവവികാസങ്ങള്? ഏറ്റവും പുതിയ സംഭവവികാസങ്ങള് ദേശീയ പട്ടികവർഗ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കേരളത്തിലും മധ്യപ്രദേശിലും നടത്തിയ അന്വേഷണങ്ങളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് ധാരാളം രേഖകളും അവർ കളക്ട് ചെയ്തു. വിവാഹം നടന്ന പൂവാറിലെ ക്ഷേത്രത്തിലും മധ്യപ്രദേശിലെ ഈ കുട്ടിയുടെ ഗ്രാമത്തിലും അതിന്റെ പ്രസവം നടന്ന ആശുപത്രിയിലും ഒക്കെ തന്നെ പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. 44 പേജുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വളരെ ഡീറ്റെയിൽഡ് ആയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഈ കുട്ടി മധ്യപ്രദേശ് ഈ മണ്ഡലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ആശുപത്രിയിലാണ് ജനിച്ചത്. ആ ജനിച്ചത് 30/12/2009 വൈകിട്ടാണ്. അച്ഛന്റെ പേരും അമ്മയുടെ പേരും ആശുപത്രിയിലെ രേഖയിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. 2 കിലോ 100 ഗ്രാം തൂക്കമുള്ള പെൺകുട്ടിക്കാണ് ജനനം നൽകിയതെന്നും അന്ന് ആ ഗർഭത്തിന് 34 ആഴ്ച വളർച്ചയുണ്ടായിരുന്നെന്നും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തില് ആണ് ഇവര് നടപടികൾ എടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. The aforementioned investigation clearly established that Sri Jaisingh Bhosle's daughter was forcibly and unlawfully abducted and a marriage has been solemnized when she is a minor. കടത്തിക്കൊണ്ടുവന്ന് ബലമായി കടത്തിക്കൊണ്ടുവന്ന് നിയമവിരുദ്ധമായി വിവാഹം കഴിപ്പിച്ചു. അതെ അതെ. അതിനകത്ത് മറ്റൊരു കാര്യം, ഇവര് ഹാജരാക്കിയ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതും അവിടുത്തെ ചില സംവിധാനങ്ങളെ സ്വാധീനിച്ച് ഉണ്ടാക്കിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. 1/1/2008 എന്ന് പറഞ്ഞ അവര് ഹാജരാക്കിയ ഒരു രേഖയുണ്ടല്ലോ, അത് ചില സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തി എടുത്തതായതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള നിർദ്ദേശവും പട്ടികവർഗ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ദേശീയ പട്ടികവർഗ കമ്മീഷനാണ്. അതേപോലെ തന്നെ അവര് കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളും പോക്സോ ആക്ടിലെ 17, 18, അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 89 വകുപ്പുകള്, മധ്യപ്രദേശ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് 2021 വകുപ്പുകള്, ചൈൽഡ് മാരേജ് ആക്ട് 2006 വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുക്കാൻ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ വന്ന് അവര് ധാരാളം രേഖകൾ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, വിവാഹം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥൻ, അവരുടെയൊക്കെ മൊഴികളും ഒക്കെ എടുത്തിട്ടുണ്ട്. സത്യം വിജയിക്കുമെന്നുള്ളതിന്റെ തെളിവാണിത്. ഇത് നമ്മൾ ആ കുട്ടിക്കെതിരല്ല, ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു സാധാരണക്കാരായ ഒരു പെൺകുട്ടിക്കെതിരല്ല നമ്മൾ. ആ കുട്ടിയെ പ്രലോഭിപ്പിച്ച് ആ കുട്ടിയെ വശീകരിച്ചുകൊണ്ട് അതിനെ മയക്കി കൊണ്ടുവന്നതാണ് ഇതിനകത്തെ നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് കൂട്ടുനിന്ന കേരളത്തിലെ റഹീം MP, ഗോവിന്ദൻ MLA, ശിവൻകുട്ടി മന്ത്രി, ഇവരും ഈ ക്ഷേത്ര കമ്മിറ്റി, ഈ ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ഥിരമായി ഇത്തരത്തിലുള്ള മിശ്ര വിവാഹങ്ങളുടെ ഒരു കേന്ദ്രമായി അത് മാറിയിട്ടുണ്ട്. പ്രതിമാസം 2ഉം 3ഉം വിവാഹങ്ങൾ ഇങ്ങനെ അന്യമതസ്ഥരുടെ വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് അതെന്നും ഈ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ചുകൊണ്ടാണ് അവരിത് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണല്ലോ. അല്ലെ, ഭരണഘടനാപരമായിട്ടുള്ളതാണ്. മറ്റൊരു കാര്യമുണ്ട്, ഈ കേരളത്തിലെ DGP, മധ്യപ്രദേശിലെ DGPയും ആ കമ്മീഷന്റെ മുമ്പാകെ ഹാജരാകണമെന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2 DGPമാരും ഹാജരാകണമെന്നും പറഞ്ഞുകൊണ്ട് 17/3/26 മധ്യപ്രദേശിലെ പോലീസ് മേധാവിക്കും കേരളത്തിലെ പോലീസ് മേധാവിക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338A പ്രകാരമുള്ള ഒരു സംവിധാനമാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് കാസ്റ്റുമല്ല, ഓർക്കണം, ട്രൈബാണ്, പട്ടികവർഗ ഗോത്രവർഗക്കാരുടെ. അനിൽജി, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്, അനിൽജി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ കേസിൽ എടുത്ത ഇനിഷ്യേറ്റീവ് തുടക്കം മുതൽ എനിക്കറിയാം. സത്യത്തിൽ ഇതിനകത്ത് കള്ളത്തരങ്ങൾ പൊളിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആളാണ് അനിൽജി. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോ ഫർമാൻ ഖാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തത്.
അപ്പോ അത് മാത്രമല്ല, കുറച്ചായിട്ട് ഈ കുട്ടി ഏതോ സിനിമയിൽ അഭിനയിക്കാനാണെന്നും പറഞ്ഞ് കുട്ടിയെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഏത് സിനിമയാണ്, അതിന്റെ ഷൂട്ട് തുടങ്ങിയോ, ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. കുംഭമേള നടന്നതിന് ശേഷം ഈ കുട്ടി ഈ സിനിമ എന്ന പേരിൽ പറയുന്ന ഒരു സംഘത്തിന്റെ കെണിയിലോ വലയിലോ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? തീർച്ചയായിട്ടും അപ്രകാരം ഏതെങ്കിലും ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നതായിട്ട് എനിക്കറിയില്ല കേരളത്തിലടുത്ത കാലത്ത്. മറ്റൊരു കൗതുകരമായ വസ്തുണ്ട്. താങ്കൾ ചോദിച്ചതിനകത്ത് എനിക്ക് അത്രേ ഉത്തരം പറയാനുള്ളൂ. ഈ 11/3/2026 ഈ അരിമാനൂർ ക്ഷേത്രത്തില് ഈ ഫർമാനും മൊണാലിസയും കൂടെ ഇംഗ്ലീഷ് എഴുതി ഒപ്പിട്ട് കൊടുത്തൊരു ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ വായിക്കുമ്പോൾ വളരെ കൗതുകരമാണ്. വി ആർ ഏജ്ഡ് ഇൻ ഇന്ത്യൻ മാരേജ് ആക്ട് ആൻഡ് ഹിന്ദു റിലീജിയൻ ആക്ട്സ്. ഓർക്കണേ, എന്ന് വെച്ചാൽ ഫർമാൻ ഖാൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ് എന്ന രീതിയിൽ കൂടിയാണ് അവിടെ വ്യാജമായ ഒരു അപേക്ഷ കൊടുത്ത് കല്യാണം നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയണം. അയാൾ മതം മാറിയതിന്റെ തെളിവെന്താണ്? മുസ്ലിമായ ഒരാള് ഞാൻ ഹിന്ദുമതക്കാരനാണ്, ആ നിയമങ്ങൾ ഞാൻ അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് തെളിവും ഉണ്ടാകണം. ഇത് ഇങ്ങനെ ഒരു എന്റെ 44 പേജുള്ള വളരെ ഡീറ്റെയിൽ ആയ റിപ്പോർട്ടും അതിന്റെ ആധികാരികമായ സർവ്വ രേഖകളും എന്റെ കൈവശമുണ്ട്. അതിനകത്ത് ഈ കേരളത്തിലെ CPM-ഉം പോപ്പുലർ ഫ്രണ്ടും ഒരേപോലെ ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് ശ്രമം നടക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ഒരേപോലെ തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കല്യാണം നടത്തി കൊടുത്തതിലുള്ള തെറ്റല്ല. ഈ കല്യാണത്തിന് എന്താണ് ഇത്ര പ്രസക്തി എന്നാണ് ഈ ഒരു കല്യാണത്തിന്? ആ കുട്ടിക്ക് എന്താണ് ഇത്രയൊരു കൊച്ചു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം അതിന് 18 ആയിട്ടില്ലെന്ന്. പിന്നെ ഗോവിന്ദനും റഹീമും ശിവൻകുട്ടി എന്താ ഇത്ര താല്പര്യമെടുത്തത്? അതിന്റെ പിന്നില് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു നടപടിക്രമം ഇതിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നും ആരെങ്കിലും കരുതിയാൽ തെറ്റ് പറയാനൊക്കില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു PR ഉണ്ട് ഇതിനകത്ത്, ഒരു PR വർക്കുണ്ട് ഇതിനകത്ത്. അതെ അതെ അതെ. അല്ല, എനിക്ക് ഒരു മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങ് അഭിഭാഷകനും കൂടിയാണല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ കല്യാണം നടത്താൻ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത ആളുകൾ, വിവാഹം രജിസ്റ്റർ ചെയ്ത ആൾ, സാക്ഷിയായവർ, വിവാഹത്തിന് ആശംസകൾ നേരാനെത്തിയ ഉത്തരവാദപ്പെട്ട MLA, മന്ത്രിമാർ, MP അടക്കമുള്ളവർ, അവരുടെ പങ്ക് എങ്ങനെയായിരിക്കും ഇനി വ്യാഖ്യാനിക്കപ്പെടുക? അവർ തീർച്ചയായിട്ടും ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നുള്ള 100% ഉറപ്പാണ്. അതുപോലെ തന്നെ പോക്സോ വകുപ്പിലും ഇവർ ഉൾപ്പെടണം. ഡയറക്റ്റ് ആയിട്ട് പോക്സോയുടെ ഒരു കുറ്റകൃത്യമല്ല, പോക്സോ വകുപ്പ് സംഭവിക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവർ എന്ന രീതിയിൽ ഇവർ പ്രതികളാകണം. നിസ്സാരമല്ലത്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറയാം. ഈ സമയത്ത് എന്നെ കേരളത്തിലെ ഞാൻ പേരുകൾ പറയുന്നില്ല, ചില വ്യക്തികൾ എന്നെ സിനിമാ മേഖലയിലാണ് എന്നും പറഞ്ഞ് അവകാശപ്പെട്ട് ചിലർ എന്നെ ഫോൺ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്യുകയാണ്. ഫർമാൻ പാവമാണ്, അവനെ ബുദ്ധിമുട്ടിക്കല്ലേ, എല്ലാ രേഖകളും കൃത്യമാണ്, വ്യാജമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, നിങ്ങളൊന്നും കൂടുതൽ ഇതിനെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് അപേക്ഷയുടെ രീതിയിൽ എന്നെ വിളിക്കുന്നുണ്ട് പലരും. ഞാനത് ഇപ്പൊ അവരുടെ നമ്പറുകളൊന്നും പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചിട്ടില്ല, മടിയിൽ കനമുള്ളവനല്ലേ വഴി ഭയക്കണ്ടുള്ളൂ. അവരെന്തിനാ വിളിക്കുന്ന എന്റെ നമ്പർ കണ്ടെത്തി എന്തിനാ വിളിക്കുന്നത്? പ്രമുഖരായ ആളുകളുണ്ടോ വിളിച്ചത്? പ്രമുഖരാണെന്നാണ് പറയുന്നത്. അത് ശരി. അപ്പൊ ആർക്കൊക്കെ എന്തൊക്കെയോ കൃത്യമായ താല്പര്യങ്ങളുണ്ട്? ഉറപ്പാണ്. ഇത് നമ്മള് മൊണാലിസയോട് നമുക്ക് സങ്കടമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം അതിനെ ചതിച്ച് കൊണ്ട് കല്യാണം നടത്തുകയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ കുട്ടിക്കെതിരല്ല ഞാൻ വീണ്ടും പറയുകയാണ്, ആ കുട്ടിക്കെതിരേ അല്ല, ആ കുട്ടിയെ ഇതിനകത്ത് ആക്കിയ ആ ബുദ്ധി കേന്ദ്രങ്ങളെയാണ് ഇതിനകത്ത്. 16 വയസ്സും 2 മാസവും 12 ദിവസവുമാണ് ഈ സംഭവം, വിവാഹം എന്ന് പറയുന്ന ഈ പ്രഹസനം നടക്കുമ്പോൾ ഈ കുട്ടിക്ക് പ്രായം. അതെ അതെ അതെ. അപ്പൊ ഇത് ഒരു ലവ് ജിഹാദ് മാത്രമല്ല, ഒരുപക്ഷെ ഒരു സെക്സ് റാക്കറ്റ് പോലും ഇതിനകത്തുണ്ടാവാം. ഉണ്ടാവാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാനൊക്കില്ല. കാരണം അവിടെ മാല വിറ്റ് നടന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി, അതിന്റെ ചിത്രങ്ങൾ കുംഭമേളയുടെ സമയത്ത് വീഡിയോസ് വൈറലാവുന്നു. ഉടനെ തന്നെ അതിന് സിനിമ ഓഫർ വരുന്നു. പിന്നെ അതിനെ നേരെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് വരെ ആ സിനിമയുടെ ഒരു പണി നടന്നതായിട്ടോ അതിന്റെ സ്ക്രിപ്റ്റ് ആരാണ്, അതിന്റെ ഡയറക്ഷൻ ആരാണ്, അതിന്റെ ഷൂട്ട് ആരംഭിച്ചിട്ടോ ഒന്നും അറിയില്ല. പക്ഷെ കുട്ടി കേരളത്തിലുണ്ട്. അതെ അതെ അതെ. അങ്ങനെ സ്പർദ്ധി എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിലെ പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് ആ വകുപ്പും ആദിവാസി മേഖലയിലെ പെൺകുട്ടികളെ മറ്റു സംസ്ഥാനത്ത് കൊണ്ടുപോയി കല്യാണമൊക്കെ നടത്തുക എന്ന് പറയുമ്പോൾ അതും അവിടെ മധ്യപ്രദേശിലെ ഒരു നിയമപ്രകാരം കുറ്റകരമാണത്. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രത്യേക ആദിവാസി സമൂഹത്തിൽ അവരുടെ സമുദായത്തിന് പുറത്തുള്ള ആളുകളെ വിവാഹം കഴിക്കില്ല. അങ്ങനെ ഒരു ആചാരം കൂടി ഉണ്ട്. അതെ 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 അതെ. ഏതായാലും എനിക്ക് തോന്നുന്നത് ഇപ്പോ അങ്ങ് നടത്തിയ നിരന്തരമായ ശ്രമങ്ങൾ ഇപ്പൊ ഫലം കണ്ടിരിക്കുന്നു. പക്ഷെ ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവണമെങ്കിൽ ഇതിനൊത്താശ ചെയ്തു കൊടുത്ത കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, സർക്കാരുമായി ബന്ധമുള്ളവർ, ഇവരും കൂടെ ഈ കേസിൽ പ്രതികളാവണം. അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുമോ?
തീർച്ചയായിട്ടും നമ്മൾ ഏതായാലും ഇതിന്റെ പുറകെ തന്നെയുണ്ട്. മധ്യപ്രദേശിലെ നമ്മുടെ പ്രധാനപ്പെട്ട സഹോദരങ്ങളായിട്ടുള്ള കാര്യകർത്താക്കളുടെ അതിന്റെ പിന്നിലുള്ള പരിശ്രമം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഇക്കാര്യങ്ങളെ പറ്റി അന്വേഷണം നടത്തുകയും അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ലോ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചിട്ടുള്ള പരിശ്രമം രേഖകൾ എടുക്കാൻ ഇത് അവർക്കറിയാം ഇതിൽ വളരെ സെൻസിറ്റീവായ കേസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ താമസം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നൊക്കെ പലരും എന്നോട് ചോദിക്കുമ്പോഴും എനിക്ക് മറുപടി പറയാൻ ഒക്കാതിരുന്നതിന്റെ കാരണം കൃത്യമായ തെളിവുകൾ സമാഹരിക്കുന്നതിനുണ്ടായ കുറച്ച് കാലതാമസം കൊണ്ടാണ്. എല്ലാ രേഖകളും എടുത്തിട്ടുണ്ട്, എല്ലാ രേഖകളും. അല്ല, ഒരുപാടൊന്നും വൈകിട്ടില്ല. കഴിഞ്ഞ മാസം മാർച്ച് 17-നാണ് ഈ കല്യാണ നാടകം നടന്നത്. ഒരു മാസം ആവുന്നതേ ഉള്ളൂ, ഒരു മാസം ആയിട്ടില്ല. അതിനു മുമ്പ് ഏതായാലും കേരളത്തിലെ ഈ ഹിന്ദു സംഘടനാ പ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. ഒരു പെൺകുട്ടിയെ നാട് കടത്തി തട്ടിക്കൊണ്ടുവന്ന് കേരളത്തിൽ വെച്ച് വിവാഹം കഴിച്ച് വലിയ മതേതരത്വത്തിന്റെ ഒരു വ്യാജ സന്ദേശം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിനാണ് വലിയ പ്രഹരമായിരിക്കുന്നത്.